കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഷിഗല്ല ഔട്ട്ബ്രേക്കുകളിൽ നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത്, ഞങ്ങൾ വീട്ടിൽ തിളപ്പിച്ച വെള്ളം മാത്രമല്ലേ കുടിക്കുന്നത്, എന്നിട്ടും എങ്ങനെ രോഗം വന്നു എന്ന്. സത്യത്തിൽ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഷിഗല്ല എന്ന ബാക്ടീരിയയുടെ ഇൻഫെക്റ്റീവ് ഡോസ് വളരെ കുറവാണ്. അതായത് കൺമുന്നിൽ കാണാത്ത വിധം അത്രയും ചെറുത്, അതായത് 10-20 ബാക്ടീരിയകൾ എന്നാൽ പോലും ഇത് രോഗം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെ ജാഗ്രത മാത്രം പോരാ എന്നർത്ഥം. നമ്മൾ പുറത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കഴിക്കുന്ന ജ്യൂസുകളിലും അതുപോലെ പാനീയങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ചില ഐസ് ക്യൂബുകൾ പലപ്പോഴും മലിനമായിട്ടുള്ള വെള്ളത്തിൽ നിന്നാകും ഉണ്ടാക്കുന്നത്. 2, മഴക്കാലമായതോടെ കിണറുകളിലെ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന മലിനീകരണം, കൃത്യമായിട്ടുള്ള സൂപ്പർ ക്ലോറിനേഷൻ നടത്താത്ത ജലസ്രോതസ്സുകൾ, അവ വലിയ അപകടമാണ്. സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഠിനമായിട്ടുള്ള വയറുവേദനയും പനിയും ഒപ്പം മലത്തിൽ രക്തത്തിൻ്റെയോ ചലത്തിൻ്റെയോ സാന്നിധ്യവും കണ്ടാൽ അത് ഷിഗല്ല ആവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതൊരിക്കലും തള്ളിക്കളയരുത്. പിന്നെ അങ്ങനെ കണ്ടാൽ തന്നെ ഉടനെ പോയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് പോയി വാങ്ങി കഴിക്കുകയല്ല വേണ്ടത്. ആ സ്ഥിതിയിൽ ബാക്ടീരിയയുടെ റെസിസ്റ്റൻസ് കൂട്ടുകയും അതുപോലെ കുടലിൻ്റെ കൂടുതൽ തകരാറുകളിലേക്ക് കാരണമാവുകയുള്ളൂ. അപ്പോൾ ആദ്യപടിയായിട്ട് ORS ലൈന് കൊടുക്കാം. പിന്നെ എത്രയും വേഗം കൃത്യമായിട്ടുള്ള മെഡിക്കൽ സഹായം തേടുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ഭീതിയല്ല, നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. അപ്പോൾ താങ്ക് യു. സ്റ്റേ സേഫ്.